ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോയതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇതിപ്പോൾ രാവിലെ ഒരു 4:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ട്രാവലിംഗ് പ്ലാൻ ചെയ്ത് ഒരു 4:30ക്ക് ഇറങ്ങണം എന്നാണ്. പക്ഷേ നമ്മൾ 4:45 ആയിട്ടുണ്ട് കേട്ടോ. ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കാണ് ഇവിടുന്ന് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ഈ ഒരു എക്സൈറ്റിംഗ് യാത്രയിൽ നമ്മുടെ കൂടെ 2 ഫാമിലി കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ അവരുടെ വീഡിയോസൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു പ്രൈവസീനെ നമ്മൾ മാനിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാലിയക്കര ടോൾ പ്ലാസ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഏതാണ്ട് 7 മണിയോട് അടുക്കാറായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഊട്ടിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഊട്ടിയിലേക്കുള്ള അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം, അതുപോലെ തന്നെ നമ്മൾ പോയപ്പോൾ കണ്ട അതിമനോഹരമായ കുറേ പ്ലേസുകൾ, അത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മളിതേ കണ്ടോ, പാലക്കാട് കുതിരാൻ ടണൽ കയറാൻ പോവുകയാണ്. ഞാൻ ഈ ഒരു ടണൽ ഇതിന് മുമ്പും ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിൽ പോയപ്പോഴൊക്കെ ഈ ഒരു ടണലിൻ്റെ പ്രത്യേകത കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. സമയം ഏതാണ്ട് 7:30 മണിയാവാറായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയമായപ്പോഴേക്കും നല്ലൊരു മഴക്കാറൊക്കെ കയറി വന്നിട്ടുണ്ട്. നമ്മുടെ ട്രിപ്പ് എങ്ങനെയാവുമെന്ന് അറിയില്ല. നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു പാലക്കാട് ബൈപ്പാസിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെയും യാത്ര തുടർന്നു. പിന്നെ നേരെ നമ്മൾ പോയത് മേട്ടുപ്പാളയത്തേക്കാണ് കേട്ടോ. മേട്ടുപ്പാളയത്ത് ബ്ലാക്ക് തണ്ടറിൽ കയറിയിട്ടാണ് നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ ഊട്ടിയിലേക്ക് പോയത്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കൂടെ 2 ഫാമിലി കൂടി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നതിനേലും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് പോകുമ്പോൾ അതൊരു വേറൊരു പൊളി വൈബാണ് കേട്ടോ. കുട്ടികളും പിന്നെ മുതിർന്നവരും എല്ലാവരും കൂടി അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒരേ ഏജ് ഗ്രൂപ്പ് തമ്മിൽ അങ്ങനെ ഗ്രൂപ്പായിട്ടിരുന്ന് കമ്പൈൻ ചെയ്ത് അങ്ങനെയൊക്കെ പോകാൻ നല്ല രസമാണ്. എല്ലാവരും അവരവരുടെ കാറിലാണ് പോയിട്ടുള്ളത്. ഇപ്പം നമ്മൾ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. മേട്ടുപ്പാളയത്ത് നിന്ന് നമ്മൾ ഏകദേശം ഒരു 3 മണിയോടുകൂടി തിരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈവനിങ് ആയപ്പോഴേക്കും എന്താ പറയുക, ഈവനിങ് ഒരു
7:30 6:30 മണിയായപ്പോഴേക്കും നമ്മൾ കൂനൂർ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഊട്ടിയിലായിരുന്നു നമ്മുടെ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. booking.com വഴി ബുക്ക് ചെയ്ത ഒരു വില്ല പോലെ ഇതിലാണ് നമ്മൾ താമസിച്ചത് കേട്ടോ. അതായത് 4 ഫാമിലീസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വില്ലയായിരുന്നു. വില്ല എന്ന് പറയുമ്പോഴേക്കും അത് ശരിക്കും പറഞ്ഞാൽ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഒത്ത നടുക്ക് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ശരിക്കും നമുക്ക് ട്രക്കിങ്ങിനൊക്കെ പോകാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടായിരുന്നു. നമ്മൾ ഊട്ടി ഈ ഒരു റൂമിലെത്തിയപ്പോഴേക്കും ഏതാണ്ട് 7:30 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത് ശരിക്കും പിറ്റേ ദിവസം രാവിലെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കുന്നതിന് വേണ്ടി റെഡി ആയി കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തുള്ള ഔട്ട്ഡോറൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തു. പിന്നെ കുട്ടികളായിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് പോയായിരുന്നു. അപ്പം ഇനി ഊട്ടിയിലെ വിശേഷങ്ങൾ ബാക്കിയുള്ള വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ കുട്ടികളും നമ്മളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഊട്ടി അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ പോയ സമയത്ത് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ പൊടിമഴയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൈമിലാണ് നമ്മൾ പോയിട്ടുള്ളത്. മെയ്യിലാണ് കേട്ടോ പോയത്. അപ്പോൾ കുട്ടികളുടെ വെക്കേഷൻ ടൈമിലാണ് പോയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ട്രാവൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാക്കി വീഡിയോസ് ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.